എല്ലാവർക്കും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി പുട്ടാണ്. മൈ സ്റ്റൈൽ കുക്കിങ്ങിൽ ഒരുപാട് പുട്ട് വെറൈറ്റീസ് ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറേ പുട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്ത ആൾക്കാർ ജസ്റ്റ് അതൊന്ന് നോക്കൂ കേട്ടോ. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഉലർത്തിയ പുട്ടാണ്. ഇത് ഇവിടെ സ്ഥിരം ചെയ്യുന്ന റെസിപ്പി ഒന്നല്ല. അങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അത് സക്സസ് ആയി, നല്ല ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടി കാണിച്ചു തരണമെന്ന് തോന്നി. ഇതിന് നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പഴവും പപ്പടവുമാണ് സൂപ്പറായിട്ട് ഇതിൻ്റെ കൂടെ മാച്ച് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ കടലക്കറി, പയറുകറി, ചെറുപയർ കറി, പിന്നെ മീൻ കറി ഒക്കെയും നല്ല കോമ്പിനേഷൻ തന്നെ. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻസ് ഇടണം. വേറെ ഒന്നുമില്ല, നമുക്ക് വീഡിയോ കണ്ടിട്ട്. പുട്ടുപൊടിയാണ് കേട്ടോ ഇത് 1/4 കിലോ പുട്ടുപൊടി ഉണ്ട്. ഒരു 250-270 ഗ്രാം പുട്ടുപൊടി ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് പുട്ടൊക്കെ എല്ലാവർക്കും നനയ്ക്കാൻ അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പുട്ടുപൊടി ഇവിടെ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നനച്ച് വെച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ നല്ലോണം സോഫ്റ്റ് ആണ്. അതുകൊണ്ട് ഇത് അരമണിക്കൂറെങ്കിലും വെക്കണം, ഇത് മിനിമം. അപ്പോൾ നിങ്ങൾ പുട്ടിനൊക്കെ നനച്ച് വെച്ച് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കുവാണെങ്കിൽ പുട്ട് നല്ലോണം സോഫ്റ്റായി കിട്ടും. ഇത് ഞാൻ അതുകൊണ്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ആ അരമണിക്കൂർ നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏതെണ്ണയാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ യൂസ് ചെയ്യുന്നുണ്ട്. തേങ്ങ ഉപയോഗിക്കുന്ന എല്ലാ ഡിഷസിനും വെളിച്ചെണ്ണ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യാറ്. എണ്ണ ചൂടായി അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം സവാളയാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തത്. ഇപ്പം 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാട്ടോ ഇത് വഴറ്റുന്നത്. അപ്പോൾ ഇത് വേഗം ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഫ്രൈ ആവണ്ട, നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ കിട്ടണം ഇത്. എന്നാലേ നമ്മുടെ ആ ഒരു ഉലർത്തിയ പുട്ടിന് അതിൻ്റേതായ ഒരു ലുക്കും ടേസ്റ്റും ഒക്കെ വരുള്ളൂ. അപ്പോൾ നല്ലോണം ഒരു ഉള്ളി ഒന്ന് നല്ലോണം വാടി വെന്തു, കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ച മുളകായത് ചുവന്ന മുളക് അതിട്ട് കൊടുക്കാം. ഒരു 4 മുളകുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര എരിവ് വേണ്ടെങ്കിൽ ഇത്ര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തു, അപ്പോൾ എരിവ് കുറയാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ, 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉള്ളിക്കകത്ത് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പുട്ട് നനച്ചതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഡ്രൈ ആവരുത് കേട്ടോ. ആ ഒരു നനവ് ഇതിൻ്റെ അകത്തുണ്ടാകണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമല്ല, ടേസ്റ്റൊക്കെ കുറഞ്ഞു പോകും. ഇനി ലാസ്റ്റായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇറക്കാം. ഇത്രേ ആവശ്യമുള്ളൂ. ഈ കറിവേപ്പിലയുടെ മണവും ഇതിനകത്ത് നല്ലോണം ഒന്ന് മിക്സ് ആവണം. ആ മുളകിൻ്റെ എരിവും ഒന്ന് നല്ലോണം പിടിക്കണം, അത്രേ വേണ്ടൂ. അത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് ഇറക്കി വെക്കാം.
പിന്നെ ഉണ്ടല്ലോ, ഇത് പുട്ട് നനച്ച് നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യണം. പക്ഷേ ഈ ചൂടോടെ ഇട്ട് കൊടുക്കല്ലോ കേട്ടോ. ചൂടോടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊടി ഇത് വന്ന് പറ്റുന്ന സ്ഥലത്തെ പൊടി വെന്തിട്ട് ഇതിൽ ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ അതിലും ഭേദം ഇതൊന്ന് തണുത്തതിന് ശേഷം ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ തണുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ പുട്ടിൻ്റെ പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ട് 3/4 മണിക്കൂറായി. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരുന്ന ഈ ഒരു കൂട്ടില്ലേ, ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇതിട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അമർത്തി മിക്സ് ചെയ്യരുത് കേട്ടോ. പുട്ടൊക്കെ നമ്മൾ നനച്ചെടുക്കില്ല, അതേപോലെ തന്നെ സോഫ്റ്റായിട്ട് അടിയിലുള്ള പൊടി മുകളിലേക്ക് എടുത്തിട്ടിട്ട് ഒന്ന് വിടർത്തിയിട്ടാൽ മതി. അമർത്തി മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇത് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ കുറ്റിയിലേക്ക് ഇട്ടിട്ട് ആവി കയറ്റിയിട്ട് എടുത്താൽ മതി. നമ്മുടെ ഉലർത്തിയ പുട്ട് റെഡിയായി. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിച്ച് തന്നെ നോക്കണം. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ സ്മെല്ല് വരും. സ്മെല്ല് വന്നാൽ പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ തന്നെ കഴിക്കണം. അപ്പോൾ നമുക്കിത് പുട്ടാക്കി എടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പുട്ടുണ്ടാക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടല്ല മുറിച്ചെടുക്കുന്നത്, 2-3 പീസാക്കും. പക്ഷേ ഇത് ഞാൻ ഇപ്പം അങ്ങനെ ആക്കുന്നില്ല, ഒറ്റ കുറ്റിയായിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്കത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക. നിങ്ങൾ വീട്ടിൽ കഴിക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 2-3 അല്ലെങ്കിൽ 4 പീസായിട്ട് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഡിവൈഡ് ചെയ്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ഒന്നിച്ചാണ് ഇടുന്നത്. ഇത് കണ്ട ഉള്ളിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണത് നല്ല രസമല്ലേ. ഇത്രയും മതി. ഇനി നമുക്കിത് ആവിയിലൊന്ന് റെഡിയാക്കാൻ വെക്കാം. പുട്ടിനിപ്പോൾ ആവി നന്നായിട്ട് വന്നു. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഉലർത്തിയ പുട്ട് എന്ന് നമുക്ക് നോക്കാം. ഇത് കഴിക്കാൻ വേണ്ടി കറിയുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഒരു ഒറ്റയ്ക്കല്ല, നമുക്ക് ഇവർക്ക് കൂട്ടിന് 2 പപ്പടവും കൂടി വെച്ച് കൊടുക്കാം.